Hello, welcome to Market Discussion of the Day. Today, May 7th, 2025, Wednesday ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ്. ഓക്കെ, സോ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ക്രാഷ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സാണ്. വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് നടന്നു പോകുന്നതുമായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഡെയിലി ബേസിലെ റേഞ്ചും ഡെയിലി ബേസിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്നത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് പോവാം. ഓക്കെ, സോ ഇന്ന് ഫണ്ടമെൻ്റൽസ് വലിയ രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഫെഡ് ചെയർ പവൽ അത് പറ്റില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. സോ അത് കൊണ്ടിട്ട് തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണെങ്കിലും അതിനുശേഷം ഈ പർട്ടിക്കുലർ, അതായത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ പവല് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ട് ഉറപ്പായിട്ടും മീഡിയ ചോദിക്കും എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം. ചോദിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എനിക്കറിയില്ല ചോദിക്കുമല്ലോ എന്ന്, പക്ഷെ എന്നാലും പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെ UK ടൈമിംഗ് 7:30 FOMC പ്രസ് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോഴായിരിക്കും ഭയങ്കരമായൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നമ്മൾ കാണാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസമുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാളത്തെ ന്യൂസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതും 4.5 തന്നെയാണ്. US ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടെയും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ബെയ്ലിയുടെ സ്പീച്ച്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അത് 2:17 UK ടൈമിംഗ്. അത് നിങ്ങൾ ഇന്ത്യൻ ടൈമിങ്ങിൽ നോക്കിയാൽ മതി. എനിക്ക് അറിയില്ല എത്ര മണിയാണെന്ന് ഇന്ത്യയിൽ. സോ 1:30 ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ, നമ്മൾ GBP ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഭയങ്കര നല്ല രീതിയിൽ അതിനകത്ത് എന്താ പറയുക നോക്കിയാൽ മതിയാവും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഇന്ന് ടെക്നിക്കൽ ചാർട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPY തന്നെ എടുക്കാം. JPY 144 അവിടുന്ന് ബൈ എന്നുള്ളതായിരുന്നു ഇന്നലെ പറഞ്ഞത്. പക്ഷെ മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇന്നലെ അല്ല ഞാന്ന് പറഞ്ഞത്. മാർക്കറ്റ് പിന്നീട് താഴോട്ട് പോയി 142 അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 142 അവിടെ എത്തിയിട്ടുമില്ല മാർക്കറ്റ്. ഓക്കെ, സോ 142.435 ഇതിൻ്റെയൊക്കെ അടുത്താണ് വന്നത്. ഓക്കെ, സോ എനിക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്താണ് JPYയിൽ പറയേണ്ടതെന്ന് അറിയില്ല. പ്രോപ്പറായിട്ടൊരു ബൈ പോയിന്റോ സെൽ പോയിന്റോ ഒന്നുമില്ല. 143 എന്ന് പറയുമ്പോൾ ചാർട്ടിൻ്റെ നടുക്കാണ്. അതിങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ചിലപ്പം ഫെഡ് ചെയറിൻ്റെ സ്പീച്ചിന് ശേഷം, ഓക്കെ, ആ ഒരു കോൺഫറൻസിന് ശേഷം ചിലപ്പോൾ 140 ലെവലിലോട്ടൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവിടുന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം. ഒരു ലോങ്ങർ ടേമിലോട്ട് അത് ഹോൾഡ് ചെയ്താലും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, 142 അവിടുന്ന് ഫെഡ്, അതായത് നമുക്ക് ഒരു US സെഷൻ സമയം ഒക്കെ കിട്ടിയാൽ പോലും തെറ്റില്ലാത്ത കാര്യമാണ്. കഴിവതും മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. എങ്കിലും വേണമെങ്കിൽ റിസ്ക് എടുത്ത് വേണമെങ്കിൽ ഒരു ബൈ എടുക്കാം എന്നുള്ളതാണ്. 142 അവിടെ കിട്ടിയാൽ റിസ്ക് എടുത്ത് ബൈ എടുക്കാം എന്നുള്ളതാണ്. പക്ഷെ 140 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ആണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.13688
സോ പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല എനിക്ക് യൂറോയിൽ ഇന്നും. കാരണം മാർക്കറ്റ് എവിടെയോ പോയി കിടക്കുകയാണ്. അത് മാത്രമല്ല ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എന്താ പറയുക, ഒന്നുകൂടെ കെയർഫുള്ളായിട്ട് റേഞ്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതിയാവും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് എങ്ങാനും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷം 1.100 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അത് മാത്രമല്ല റഷ്യ ഉക്രൈൻ സംഘർഷം എങ്ങാനും കുറച്ചും കൂടെ സീരിയസ് ആയാൽ, കാരണം ഫ്രീഡം ഡേ പ്രമാണിച്ച് റഷ്യയിൽ ഒരു വലിയൊരു മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് യുക്രൈൻ എങ്ങാനും എന്തെങ്കിലും ബോംബിടുകയോ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാൽ ഉക്രൈനെ തീർത്ത് കളയും എന്നാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ യൂറോ ഒക്കെ ഒറ്റയടിക്കായിരിക്കും താഴെ പോകുന്നത്. അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം. ഇവൻ 1.100 കിട്ടുകയാണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം. കാരണം അങ്ങനൊരു സംഭവം വല്ലതും ഉണ്ടായാൽ വീണ്ടും നമ്മൾ ജനുവരിയിൽ കണ്ട 1.0 ആ റേഞ്ചിലോട്ട് 1.01 ആ റേഞ്ചിലോട്ടൊക്കെ 1.09 റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് എന്ത് ചെയ്താലും പ്രത്യേകിച്ച് യൂറോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു പോവാണ്. ഓക്കെ, നേരെ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBP എനിക്ക് പ്രത്യേകിച്ച് ഒരു വല്ലാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. GBP ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 1.300 കിട്ടുകയാണെങ്കിൽ ബൈ, 1.2800 കിട്ടുകയാണെങ്കിൽ ബൈ. 1.300 അവിടെ കിട്ടിയാൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ 0.5 ലോട്ട് കച്ചവടം എടുക്കുക. അതിൻ്റെ താഴെ ബാക്കി 1.28ലും കച്ചവടം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് GBPയിൽ പറയാനുണ്ട്. ഇതൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. മിനിമം നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അല്ലാതെ ഒരൊറ്റ ചെറിയ ട്രേഡിന് വേണ്ടിയിട്ടല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാൻ പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു റിവാർഡും അത്രമാത്രം വലിയൊരു റിവാർഡും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഫേവറേറ്റ് ഗോൾഡിലോട്ട്, നമ്മുടെ ഫേവറേറ്റ് അല്ല, കുറേ ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 3395 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഒറ്റയടിക്ക് മാർക്കറ്റ് താഴോട്ട് പോയൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം 3430 നിന്ന്. ഓക്കെ, ഇനി എവിടെയാണ് ബൈ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് ഇപ്പോൾ ഒന്നും ബൈ ഇല്ല എന്നുള്ളതാണ്. 3380 ബൈ ഉണ്ടോ? ഇല്ല. 3300 താഴോട്ട് വരുന്ന നേരത്തെ 3380 ബൈ ചെയ്ത ആൾക്കാർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, പ്രോപ്പർ ബൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കണക്കുള്ള എന്താ പറയുക, നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ 3380. അതുകൊണ്ടാണ് മാർക്കറ്റ് അടിച്ച് താഴെ പോയത്. ഓക്കെ, നല്ല ബയേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സൊക്കെ നിൽക്കുന്നത് 3330 റേഞ്ചിൽ നിൽപ്പുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ 3230. ഈ 2 റേഞ്ച് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് നല്ല രീതിയിലൊരു ബൈ എടുത്ത് മുന്നോട്ട് പോകാമെന്ന് ഒഴിച്ചാൽ വേറെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനുള്ളത്. എനിക്കറിയാം ഇന്നും ഞാൻ പ്രത്യേകിച്ചൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഓപ്പർച്യൂണിറ്റി പറയാത്തത്, അറിയില്ല. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയൊക്കെ കിട്ടിയാൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിലോട്ട് എത്തിപ്പെടാനായിട്ട് ഒരുപാട് 200-300 പിപ്സ് യൂറോയിലും GBPയിലും പോകണം. ഓക്കെ, അതേപോലെ JPYയിൽ ഓൾമോസ്റ്റ് 300 പിപ്സ് താഴെ പോകണം. ഓക്കെ, അതേപോലെ എന്താ പറയുക, നമ്മുടെ ഗോൾഡിൽ ഓൾമോസ്റ്റ് 500 പിപ്സ് അല്ല 600 പിപ്സോളം താഴെ പോയാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇതും കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടിട്ടാണ് ഇന്ന് ഫെഡ് എന്താ പറയുക, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അതിൻ്റെ പേരിലങ്ങ് മാറി നിന്നങ്ങ് വിചാരിച്ചാലും മതി. സപ്പോസ് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് ഉറപ്പൊന്നുമില്ല ഇപ്പോൾ ഏതിനകത്താണ് കിട്ടുന്നതെന്ന്. ഞാൻ ഈ പറഞ്ഞ സാധനം ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കിട്ടും. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോവുക എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം
അറ്റാക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അതിനെപ്പറ്റിയുള്ള ന്യൂസുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ നോക്കിക്കാണണം. അത് നമ്മൾ കൺസിഡർ ചെയ്ത് തന്നെ പോകണം. അതും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.